ഹായ് ഓൾ, കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഷെയർസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം മീനിങ് ഓഫ് കമ്പനി. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഓർ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കം ടുഗദർ ഫോർ കോമൺ പർപ്പസ്. അതായത് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു വോളണ്ടറി അസോസിയേഷനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയാം. ഓക്കെ, അതായത് ഇവിടെ പേഴ്സൺസ് എന്ന് ഉദ്ദേശിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ ഒരു വോളണ്ടറി അസോസിയേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഇറ്റ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. ഇവിടെ പേഴ്സൺസ് എന്ന് ഉദ്ദേശിച്ചത് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോളണ്ടറി അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. എന്താ വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞത്? സ്വമേധയാ മുന്നോട്ട് വന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള അസോസിയേഷനാണ്. അതുകൊണ്ടാണ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ആരും നിർബന്ധിച്ചിട്ടില്ല കമ്പനിയുടെ മെമ്പർ ആവാൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആവാൻ. അവർ സ്വയം ഇഷ്ടപ്രകാരം മുന്നോട്ട് വന്നിട്ടുള്ളതാണ് കമ്പനിയുടെ ഓണർ ആവാൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആവാൻ. അടുത്തായിട്ട് നോക്കുക, ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നമുക്കറിയാം കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സാണ് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ്. ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും രണ്ടും രണ്ടാണ്. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നിയമപ്രകാരം ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ് കമ്പനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കമ്പനി ഒരു വ്യക്തിയാണ്. അത് കാരണമാണ് ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം പരിസര മലിനീകരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. കമ്പനിയുടെ പേരിലാണ് നമ്മൾ കേസ് കൊടുക്കുക, ഒരിക്കലും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരിലല്ല. അതിന് കാരണം എന്താ? കമ്പനി അവിടെ എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതുകൊണ്ടാണ്. കമ്പനിയും കമ്പനിയുടെ ഓണേഴ്സും രണ്ടും രണ്ടായതുകൊണ്ടാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. തേർഡ് പോയിന്റ് നോക്കുക, ഇറ്റ് ഹാസ് പെർപെച്വൽ സക്സഷൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. കമ്പനിക്ക് ഒരുപാട് കാലത്തേക്ക് കമ്പനിക്ക് നിലനിൽപ്പുണ്ടെന്നുള്ളതാണ്. അതാണ് ഇവിടെ പെർപെച്വൽ സക്സഷനോട് ഉദ്ദേശിച്ചത്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് നമുക്കറിയാം, നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ കേട്ട പേരാണ് ടാറ്റ, റിലയൻസ്. അതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട്. അതാണ് പറഞ്ഞത് പെർപെച്വൽ സക്സഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് നോക്കുക, ഇറ്റ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നമ്മൾ നേരത്തെ ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞ പോലെ കമ്പനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, നിയമത്തിന് മുന്നിൽ ഒരു വ്യക്തിയാണ്. അതായത് റിയൽ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല, റിയൽ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ. നിയമപ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് നോക്കുക, ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ബാധ്യത മാത്രമേ ഉള്ളൂ. അതായത് കമ്പനി അടച്ചുപൂട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒരു പക്ഷേ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും വിറ്റ് പൈസയാക്കി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, എന്ത് മാത്രമേ കമ്പനി അടച്ചുപൂട്ടുന്ന അവസരത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ? എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയിട്ടുള്ളത് അത് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കമ്പനിയുടെ റിയൽ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ ലിമിറ്റഡ് ആണ്. അത്രയും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ദെൻ നെക്സ്റ്റ് നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ ലോ, നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റിലൊക്കെ ആരാണ് ഒപ്പിടേണ്ടത്? കമ്പനി തന്നെ ഒപ്പിടണം. പക്ഷേ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് ഒപ്പിടാൻ പറ്റുമോ? ഇല്ല, റിയൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒപ്പിടാൻ പറ്റില്ല. അപ്പോൾ അവിടെ കമ്പനിക്ക് എന്തുണ്ടാവും? ഒരു സീൽ ഉണ്ടാവും, ഒരു കോമൺ സീൽ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇറ്റ് ഹാസ് എ കോമൺ സീൽ. ഈ കോമൺ സീലാണ് കമ്പനിയുടെ സിഗ്നേച്ചറായിട്ട് അല്ലെങ്കിൽ സൈനായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതവിടെ പറഞ്ഞത്, ദിസ് ഈസ് കൺസിഡേർഡ് ടു ബി ദ സിഗ്നേച്ചർ ഓഫ് ദ കമ്പനി. ഓക്കെ, പിന്നെ സെവൻത്ത് പോയിന്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്, കമ്പനി മാനേജ് ചെയ്യപ്പെടുന്നത് ആരിലൂടെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൂടെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദ ലാസ്റ്റ് പോയിന്റ് നോക്കുക, ദ ഷെയർസ് ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. കമ്പനിയുടെ ഷെയർ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കുക, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, അങ്ങനെ ചോദിച്ച് കാണാറില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ കമ്പനി. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് നോക്കാം. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരം ഈ താഴെ പറയുന്ന ബുക്കുകളൊക്കെയാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നോക്കുക, ഓൾ സം ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ ദ കമ്പനി. അതായത് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ക്യാഷും അതേപോലെ കമ്പനി ചിലവാക്കിയിട്ടുള്ള ക്യാഷും കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് ദ കമ്പനി. ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് ദ കമ്പനി.
കമ്പനിയുടെ എല്ലാ സെയിൽസും പർച്ചേസും കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 148. സെക്ഷൻ 148 പറഞ്ഞിട്ടുള്ള കോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പറഞ്ഞിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ടു ബി കെപ്റ്റ് അറ്റ് ദ രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്? കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിലാണെന്നാണ് നിയമപ്രകാരം പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുക. പ്ലേസ് ഓഫ് ബ്രാഞ്ച് ബുക്സ്. ബ്രാഞ്ച് ബുക്കുകളൊക്കെ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നോക്കിക്കോളൂ. ദ കമ്പനി മേ കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ബ്രാഞ്ച് അറ്റ് ദ ബ്രാഞ്ച് ഓഫീസ്. ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എവിടെ തന്നെ വെക്കണം? ബ്രാഞ്ച് ഓഫീസിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The books of accounts must give a true and fair view of state of affairs of the company. കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന രീതിയിലായിരിക്കണം കമ്പനിയുടെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വൺ നോക്കുക. ബുക്സ് ഓഫ് അക്കൗണ്ട് മസ്റ്റ് എക്സ്പ്ലെയിൻ ദ ട്രാൻസാക്ഷൻസ് എഫക്റ്റഡ് ബോത്ത് ദ രജിസ്ട്രേഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസും രജിസ്ട്രേഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ദെൻ തേർഡ് നോക്കുക. ബി പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിലായിരിക്കണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തിട്ടായിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കുക. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മേ ബി കെപ്റ്റ് ഇൻ ഇലക്ട്രോണിക് മോഡ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ അക്കൗണ്ട്സ് ബുക്കൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിക് ഫോമിലാണ്, അല്ലേ? കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മേ ബി കെപ്റ്റ് ഇൻ ഇലക്ട്രോണിക് മോഡ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് നോക്കുക. പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. The books of accounts of every company shall be preserved in good order together with the relevant voucher. റെലവൻ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സ് സഹിതം നമ്മൾ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിസർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് വൗച്ചർ എന്ന് പറഞ്ഞത്? ഇപ്പം നമ്മളൊരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ബില്ലുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടിങ് എവിഡൻസിനെ നമ്മളെന്ത് പറയാം? വൗച്ചർ എന്ന് പറയാം. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്ത് വെക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്. The books of accounts shall be opened for inspection at the registered office of the company. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും രജിസ്റ്റേർഡ് ഓഫീസിൽ ഓപ്പൺ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. ഇൻസ്പെക്ഷന് എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ എന്ത് കരുതിയിരിക്കണം? എന്ത് സൂക്ഷിച്ച് വെക്കണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിച്ച് വെക്കണം. ദെൻ റെസ്പോൺസിബിലിറ്റി ഫോർ കീപ്പിംഗ് ദ ബുക്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണെന്ന് നോക്കാം. മാനേജിംഗ് ഡയറക്ടർ, whole time director in charge of finance, chief financial officer or any other person of a company charged by the board of. ഇത്ര ആളുകൾക്കാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുള്ളത്. അതിൽ ഒരു 6-7 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 4-5 പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെ വലിയ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബാക്കി പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്താണ്? അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 all companies are required to maintain certain books and registers. Such books are called statutory books. The company must keep the following books and records. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം കുറച്ച് ബുക്സ് നമ്മൾ എന്തായിട്ട് കാണിക്കുന്നുണ്ട്? കുറച്ച് ബുക്സും അതുപോലെ രജിസ്റ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം ബുക്സിനെയും രജിസ്റ്റേഴ്സിനെയും നമ്മൾ പറയാം സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയാം. ഓക്കെ, അത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ നോക്കുക. മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഏതൊക്കെയെന്നുള്ള കാര്യം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വൺ മിനിറ്റ്സ് ബുക്കാണ്. ദെൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ആൻഡ് ഇൻഡെക്സ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്,
രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ്സ്, രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽഡ് ആൻഡ് ദെയർ നെയിംസ്, കോപ്പീസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ചാർജ് ക്രിയേറ്റഡ് ബൈ ദ കമ്പനി, രജിസ്റ്റർ ഓഫ് കോൺട്രാക്ട്സ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ നോട്ട്സായിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഇൻ ഷോർട്ട്, ഷെയർ ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനെ നമ്മൾ എന്ത് പറയുക, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. അതല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് എന്ത് പറയാം, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ നോക്കിക്കോളൂ, കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, എന്നാലും പറയാണ്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് നോക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ക്യാപിറ്റൽ. അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. The capital with which the company is registered is called authorized capital. It is the amount mentioned in the memorandum. It is the maximum amount of capital that the company can issue. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ലിമിറ്റാണ്. ഓക്കെ, അതിൽ കൂടുതൽ ക്യാപിറ്റൽ ഒരിക്കലും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർസ് ഒരിക്കലും കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ക്യാപിറ്റലും കൂടിയാണ്. ഓക്കെ, അതല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് എന്ത് പറയാം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ്, അല്ലേ. അപ്പോൾ നമുക്ക് 3 രീതിയിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും. ഒന്ന് മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയാം, മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അസ്യൂം ചെയ്യുക, ഒരു 10 കോടിയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിചാരിച്ചോളൂ. ആ 10 കോടി ഒരുമിച്ച് കമ്പനി ഇഷ്യൂ ചെയ്യില്ല, അത് മാക്സിമം ക്യാപിറ്റൽ ലിമിറ്റാണ്. നമുക്ക് ഇപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അത്രയും നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ. 10 കോടിയിൽ ഇപ്പോൾ ഒരു 5 കോടി മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഷ്യൂ ചെയ്യുള്ളൂ, 5 കോടി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. ആ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, പബ്ലിക്കിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. നോക്കിക്കോളൂ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഓക്കെ, ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 10 കോടി മാക്സിമം ക്യാപിറ്റലാണെങ്കിൽ അതിലൊരു 5 കോടി ആവശ്യമുണ്ടെങ്കിൽ ഈ 5 കോടി നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പബ്ലിക്കിന് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ മുഴുവനായിട്ട് പബ്ലിക് വാങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത മുഴുവൻ ക്യാപിറ്റലിനും പബ്ലിക് അപ്ലിക്കേഷൻ തന്നോളണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 5 കോടിക്ക് 5 കോടി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, അതിലാകെ 4 കോടിക്ക് അപ്ലിക്കേഷൻ വന്നുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പാർട്ടാണ്, ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്, അല്ലേ. അത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ഈ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്ലൈ ചെയ്തതാണ്, അല്ലേ. പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, ഈ അപ്ലൈ ചെയ്ത മുഴുവൻ ക്യാപിറ്റലും കമ്പനി വിളിച്ചെടുത്തോളുന്നില്ല. അപ്പോൾ കമ്പനി എത്രയാണ് വിളിച്ചെടുത്തത് അതിനെ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്തിൻ്റെ ഭാഗമാണ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എത്രത്തോളം കമ്പനി വിളിച്ചെടുത്തു അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അങ്ങനെ പറയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡറോട് പൈസ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ക്യാപിറ്റലിനെ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കോൾഡ് അപ്പ് ചെയ്തു, ഒരു 2 കോടിയൊക്കെ നമ്മൾ കോൾഡ് അപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 കോടിയും ചിലപ്പം ഷെയർ ഹോൾഡർ അടച്ചോളണമെന്നില്ല, പക്ഷേ 1 കോടി ആയിരിക്കും അടയ്ക്കുന്നത്. അപ്പോൾ അത്ര അടച്ച എമൗണ്ടിന് നമ്മൾ എന്ത് പറയാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ ഇതെന്തിൻ്റെ ഭാഗമാണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ അടച്ചിട്ടുള്ള ക്യാപിറ്റലാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദ ലാസ്റ്റ് വൺ നോക്കുക, റിസർവ് ക്യാപിറ്റലാണ്. റിസർവ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് ആൻഡ് വിച്ച് വിൽ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അതായത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്
അൺകോൾഡ് ക്യാപിറ്റൽ ആണ് അല്ലേ. അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇവിടെ നമ്മൾ വിളിച്ചെടുത്ത ക്യാപിറ്റലിനെ കോൾഡ് അപ്പ് എന്ന് പറയും. വിളിക്കാത്ത ക്യാപിറ്റൽ ഉണ്ടോ അതിനെ നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ആ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുക. അത് നമ്മൾ ഒരിക്കലും വിളിക്കില്ല. അത് നമ്മൾ എപ്പോൾ മാത്രമേ വിളിക്കുള്ളൂ? കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ കമ്പനി അടച്ചപ്പെടുന്ന അവസരത്തിൽ എന്തെങ്കിലും ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാപിറ്റൽ നമ്മൾ കോൾഡ് അപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷനെ നമ്മൾ എന്ത് പറയാം? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ. അടുത്തതായിട്ട് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും പെട്ടെന്ന് അങ്ങോട്ടും കൂടെ മാറിപ്പോകുന്ന ടേംസാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റിസർവ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ്. എന്താ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും അസറ്റൊക്കെ വെക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. മാറിപ്പോയത്. റിസർവ് ക്യാപിറ്റൽ അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഉണ്ട് പേര് അല്ലേ. ഈ ക്യാപിറ്റൽ റിസർവിൻ്റെ തന്നെ ഉണ്ട് പേര്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം. It is not disclosed in the balance sheet of the company. It may be shown as a note to the balance sheet. അതായത് റിസർവ് ക്യാപിറ്റലിൽ കാണിക്കാൻ ബാലൻസ് ഷീറ്റിൽ സ്പേസ് ഇല്ല. ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മളത് കാണിക്കില്ല. അതൊരു നോട്ടായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമ്മളിവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസിൽ കാണിക്കുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ. ഇനി മൂന്നാമത് നോക്കുക. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റിസർവ് ക്യാപിറ്റൽ നമ്മൾ എപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ? കമ്പനീൻ്റെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഏത് സമയത്ത് വേണമെങ്കിലും ക്യാപിറ്റൽ റിസർവ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ റിസർവ് ക്യാപിറ്റൽ നോക്കാം. ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. റിസർവ് ക്യാപിറ്റൽ നമുക്ക് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ റിസർവ് ക്യാപിറ്റൽ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൾസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്തോളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്, കമ്പൾസറിയാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, അതായത് അസറ്റൊക്കെ വിറ്റ് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് കമ്പൾസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.